ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എണ്ണയാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനും പാടില്ല കേട്ടോ. ഇത് നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാം ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എന്നാലും അത് അങ്ങാടി കടയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില, അതുപോലെ തന്നെ മൈലാഞ്ചി, നീലാമരിയുടെ ഇല, നെല്ലിക്ക, പനിക്കൂർക്കയുടെ ഇല, അതായത് ഞവരയില, അതുപോലെ തന്നെ നമ്മുടെ കുതിർത്ത ഉലുവ ഒരു 2 സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൈതോന്നിയില. അപ്പോൾ ഈ ഇലകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. നമ്മുടെ മൈലാഞ്ചി ഇലയായാലും കറിവേപ്പിലയായാലും അതുപോലെ തന്നെ കൈതോന്നി ആയാലും നമ്മുടെ എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇലകളും കൂടെയാണ് അല്ലേ. നമ്മുടെ മുടി കറക്കുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ പറയുന്ന അളവിൽ തന്നെ എടുക്കുക. ചില ആൾക്കാർക്ക് നീലാമരിയുടെ ഇല അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റംസ്, അതായത് മൈലാഞ്ചി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ബൗൾ നമ്മുടെ നീലാമരിയുടെ ഇല, ഒരു 10-15 പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി നമ്മുടെ കറ്റാർ വാഴ. നമ്മുടെ ഈ ഒരു അളവിൽ നമുക്ക് കറ്റാർ വാഴ എടുക്കാം കേട്ടോ. അതിന് നല്ലവണ്ണം കട്ട് ചെയ്ത്, അതായത് പീസാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലാക്കി ഇതെല്ലാം കൂടെ, അതായത് നമ്മൾ കുതിർത്ത ഉലുവയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. ഈ അരയ്ക്കാൻ പോകുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകം പറയേണ്ട കാര്യമില്ല, നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി നല്ല കറുപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്കിതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് അത്ര ആവശ്യം വരത്തില്ല. അതായത് നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അമിതമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് ഒട്ടും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് വെള്ളം ചെറിയൊരളവിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത്ര കുഴപ്പം വരത്തില്ല. ഒട്ടും അരഞ്ഞില്ലെങ്കിൽ മാത്രം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ചെടുത്ത മിക്സിനെ നമുക്ക് ഒന്നേ അരിച്ചെടുക്കാം, അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്, അതായത് ചീനച്ചട്ടിയിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി ആയാലും മതി, അതിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നമ്മൾ ഈ അരച്ച മിക്സും ഈ വെളിച്ചെണ്ണയും കൂടെ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി ചൂടാക്കിയെടുക്കാം. അതായത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ എണ്ണയെ തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്പൂണ് നമ്മൾ മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വെള്ളത്തിലൊന്നും മുക്കാനും പാടില്ല. ഈ എണ്ണ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ സ്പൂൺ എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം തിളച്ചതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇരട്ടി മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ചെറിയ പീസ് കിട്ടത്തില്ലേ, അത് നമുക്ക് ചതച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്നവരാണല്ലേ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു കരകരപ്പ്, അതായത് നമ്മുടെ ഒരു മണൽത്തരിയുടെ ഒരു സൗണ്ട് കേൾക്കും. നമ്മൾ അരച്ചെടുത്ത ഈ മിക്സ് എല്ലാം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു മണൽത്തരിയുടെ ഒരു പരുവമായിരിക്കും. അതായിരിക്കും ഈ എണ്ണയുടെ പരുവം എന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ അരിച്ചു മാറ്റാം. ഇതിലേക്ക് നമുക്കിനി വേമ്പാട പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പല നാട്ടിലും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ
അങ്ങാടി കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരു പട്ട പോലെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്ക് ഒന്നല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ എണ്ണ നമുക്ക് അരിച്ച് അതായത് ഈ പട്ട നമുക്ക് മാറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ് കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ നമുക്കൊരു 10-15 മിനിറ്റ് മുന്നേ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നര വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് നര വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഒരു ഹെയർ ഓയിലാണേ ഇപ്പം പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നര വന്നവർക്കും ഉപയോഗിക്കാം കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് വ്യത്യാസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.